ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടുമില്ല. വേണമെങ്കിൽ ഒരു മോർണിംഗ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഫുള്ളായിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ച് പോവും. ഇന്നല്ല 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് പോകും കേട്ടോ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് വീട്ടിൽ നിന്ന്. അപ്പം നേരത്തിന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നു. വർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ നീച്ചിട്ട് റെഡി ആയതൊക്കെ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ ഡ്രസ്സ് അടിക്കാനും മാറ്റാനും നിന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ അതാ വന്നപ്പോൾ കണ്ടു ഇവിടെ വീട് ആകെ ഭാർഗവി നിലയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ആകെ ഒരാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ വീട്ടിൽ പോയിട്ട്. ഒരു 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും വീടിൻ്റെ കോലം തന്നെയാണ് മാറി കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് ചോറിനുള്ള തീ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ചോറിനുള്ള തീ ഞാൻ കത്തിച്ചോളാം, നീ അടിച്ചു വാരിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. തുടച്ചില്ലെങ്കിൽ എത്ര ദിവസം അടച്ചു പൂട്ടിയിട്ടതല്ലേ, അപ്പോൾ തുടയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. ഈ വാതിൽ പൂട്ടിയിട്ട കാരണം കൊണ്ട് തന്നെ നിറയെ ചെതലും പൊടിയും അതും ഇതൊക്കെ വീണിട്ട് ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നിലമൊക്കെ എല്ലായിടത്തും കൂടെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കൂടെ ഉണ്ട്. ഫസ്റ്റ് അടുക്കള മാത്രം ഒന്ന് വേഗം അടിച്ച് വാരിയിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാമെന്ന് ഓരോന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ചോറിനുള്ള തീയൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഏട്ടന് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ഇട്ട ഡ്രസ്സ് പോലും അഴിച്ചിട്ടില്ല കേട്ടോ. അതുകൂടി മാറ്റാതെയാണ് ഞാൻ ഓരോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയാലാണ് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തിരുമ്പാനും അലക്കാനും. മുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുട്ടോ. അങ്ങനത്തെ അവസ്ഥയിലാണ് മുറ്റമൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആദ്യം അകത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെണ്ണീറാണ് കേട്ടോ ഞാൻ കോരണത്. ഇപ്പോൾ അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെണ്ണീറൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ട് അപ്പത്തിന് ഏട്ടൻ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഞാനവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. വിറക് വെക്കണതിൻ്റെ അവിടെയൊക്കെ നിറയെ ചെതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അതിനിപ്പോൾ വൃത്തിയാക്കൽ നടക്കില്ല, കാരണം വേറെ പണികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയാക്കൽ ഇപ്പോൾ നടക്കില്ല കേട്ടോ. അപ്പം വേഗം ഇവിടെ ഒന്ന് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ദോശയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചായക്കടയിൽ നിന്ന് ദോശയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള കാരണം കൊണ്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് വെച്ചുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേന് ഒരുപാട് നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് കുട്ടികൾക്കും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അങ്ങനെ വിശപ്പൊക്കെ ഒന്ന് അടക്കിയതിന് ശേഷമാണ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, ഒക്കെ പുറത്ത് തന്നെ ബെഞ്ചിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഏട്ടതാ ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി, അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിറച്ച് മണ്ണ് മറ്റേ എന്താ പറയുക, ഉറുമ്പുകൾ വന്നിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ഉണ്ടാക്കുമല്ലോ, ഉറുമ്പ് കൂടുണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ആകെ പൊടി പിടിച്ചിട്ട് എന്താ പറയുക, ഒരു 2 വർഷം വീട് അടച്ചിട്ട പോലെയാണ് കേട്ടോ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വീട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചും തുമ്പിയതാ അത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അവർക്ക് സ്ഥിരം പരിപാടിയാണല്ലോ. അടിച്ചു വാരി തുടക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് നടക്കൽ അവരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ദിവസം ഏട്ടനൊരു ലീവുള്ള ദിവസം വേണം എനിക്ക് ശരിക്കും മാറാലൊക്കെ തട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഏട്ടൻ ചോറിനുള്ള തീ കത്തിക്കലും ഒക്കെ കഴിഞ്ഞ് അരിയിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിനുള്ളിലൊക്കെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട്, പച്ചക്കറി പറയുമ്പോൾ അത്രമാത്രം ഒന്നും ഉണ്ടാകുന്നില്ല, കുറച്ച് 2 കഷ്ണം കുമ്പളങ്ങയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ്ടല്ലോ ചോറിന് വെള്ളം വയ്ക്കൽ അരിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാനിത് അവിടെ തുടയ്ക്കാനുള്ള പണി തുടങ്ങി കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോയി വിരുന്നൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വീടൊന്നും അടിച്ചു വാരി തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം കിട്ടില്ല കേട്ടോ. എന്നാലാണ് എനിക്കൊരു വൃത്തിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അവിടെ ഇരിക്കാനും കൂടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അടിക്കലും തുടക്കലൊന്നും കഴിയാതെ ഇരിക്കാനും കൂടി എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ ഡെയിലി ഇവിടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എവിടേക്കെങ്കിലും പോയി വന്നു കഴിഞ്ഞുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അന്നത്തെ ദിവസം ഞാൻ ഇവിടെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞപ്പോൾ ആകെ പൊടി പിടിച്ചിട്ടൊക്കെ അല്ലേ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്കൊരു തൃപ്തി തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി തുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വൃത്തികേടായിട്ടൊന്നുമല്ല കേട്ടോ കിടക്കണത്. അടിക്കലും തുടക്കലടക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി തുടച്ചു, അത്രമാത്രം തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ തുടച്ചുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അത്ര വൃത്തിയായിട്ട് കിടക്കുമല്ലോ.
അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ തുടക്കൽ കഴിഞ്ഞ് ഞാനിതാ ഉമ്മറം തുടച്ചിട്ടില്ല കേട്ടോ. ഉമ്മറം പറയുമ്പോൾ ഈ തിണ്ടും തുടച്ചിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, മുറ്റമൊക്കെ നിറച്ചും ചപ്പ് പിടിച്ച് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ. നിറയെ അലമ്പായിട്ട് ഭാർഗവി നിലയം തന്നെ കേട്ടോ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോൾ ഈ പൊടി ഇങ്ങനെ തിണ്ടത്തേക്ക് കയറും. അപ്പോൾ പിന്നെ തുടച്ചതിന് ഒരു ഉപകാരം ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അടിച്ച് വാരി, ഉമ്മറ മാത്രം അടിച്ച് വാരിയതിന് ശേഷം ആ തിണ്ടൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിലോ ഈ ലോകത്തില്ലാത്ത അച്ചിങ്ങ മൊത്തം പെറുക്കിയിട്ട് വന്ന് വളപ്പക്കൂടെയൊക്കെ പോയിട്ട് അച്ചിങ്ങ പെറുക്കിയിട്ട് വന്നിട്ട് അതിൽ ഈർക്കിളി ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈർക്കിളി ഉണ്ടാകുമ്പോൾ ആവശ്യം ഞാൻ ഒരു ചൂല് കാണിച്ചു കൊടുത്ത് അതൊന്നൊരു ഈർക്കിളി എടുത്തോ പറഞ്ഞപ്പോൾ അവർ സകല ഈർക്കിളി എടുത്ത് നിരത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഒപ്പം ചീത്തയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് അതിൽ കുത്തി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ ഒന്നിന് പകരം ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്വഭാവം. പിന്നെ ഇപ്പം എന്തിനു ചൂലിഞ്ഞ് പിന്നെ എന്തിനു പറ്റി അടിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർ എടുത്ത പോലെ തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരാവശ്യമില്ലാതെ ഓരോ പണിയെടുത്തും കൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്തിനാ ഈർക്കിളി അച്ചിങ്ങയിൽ കുത്തി വെച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാൻ. അവർ വെറുതെ 1-2 കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അച്ചിങ്ങ പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അടിച്ചു വരാനാണ് കേട്ടോ വയ്യാത്തത്. അകത്തുള്ള ഒരു ഊക്ക് അടിച്ചു വാരലും, കാരണം വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരല്ലോ, ഇഷ്ടം പോലെ പൊടിയല്ലേ ഉണ്ടായിരുന്നു. അതട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി കിട്ടിയിട്ടോ. പിന്നെ അവിടെ തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുവിധം വയ്യാതായി. അതിന് ശേഷമാണ് പിന്നെ മുറ്റടിക്കാൻ നിന്ന്. അപ്പം തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് മുറ്റടിച്ചു വരലും ഇനി പടിഭാഗം കൂടി അടിക്കാണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡും അടിക്കാണ്ട്. അതൊന്നും ഇനിയിപ്പോൾ അടിക്കണില്ല, ഉമ്മറൊന്ന് വേഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ബാക്കൊക്കെ പിന്നെ അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇതൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ട് വേണം ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്. ചപ്പൊക്കെ ഒന്ന് കത്തിക്കണം. ചപ്പൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് തന്നെ കിടക്കണം കേട്ടോ. ഇത്രയും ചപ്പം ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോണതിൻ്റെ മുന്നേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പൊന്നും കത്തിക്കാൻ പറ്റിയില്ല, നനഞ്ഞ കാരണം കൊണ്ട്. എല്ലായിടത്തേക്കും മഴ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ഒരുവിധ സ്ഥലത്തൊക്കെ പെയ്തിട്ടുണ്ട് മഴ. 2-3 ദിവസം നല്ല അടിപൊളി മഴയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചപ്പൊക്കെ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കത്തിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിറയെ പട്ടയും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വെക്കണം. ഇന്നൊന്നും ഇല്ല, ഇനി എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട്, ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോഴത്തേനും വെട്ടി ഒതുക്കിയിട്ടൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. പിന്നെ വെയിലുള്ള കാരണം കൊണ്ട് തന്നെ ആകെ ക്ഷീണിക്കുകയാണ് കേട്ടോ. ചൂടിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ക്ഷീണവും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ പട്ടകൾ വീണിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തീ ഇവിടെ കത്തിക്കാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ അതൊക്കെ കത്തിപ്പിടിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ടു. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കത്തിക്കണം. ചപ്പ് കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ഒരുപാട് പട്ടകൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. 1-2 എന്നല്ല, ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടൊക്കെ ഒന്ന് വെച്ചാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് കണ്ടില്ലേ, തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പട്ടയൊക്കെ ഒന്ന് വെട്ടി വയ്ക്കാണ്ട്, ഒക്കെ 4 പുറം വളഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അച്ചിങ്ങ ഒരു ലോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇനിയുണ്ട്. അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പിടി. അങ്ങനെ 2 പേർക്കും ഓരോ പിടിയൊക്കെ ഉണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആരെ പറഞ്ഞു കൊടുത്തത്, ഏട്ടൻ്റെ പണി തന്നെ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ, അല്ലാതെ അപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവളത് അച്ഛൻ്റെ തലയിൽ കൂടെ ഇടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. വെയ്യാട്ടോ, ക്ഷീണിച്ച് വന്നുകൊണ്ടുമ്പോൾ തന്നെ. ഇപ്പം സമയം ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം ആകുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണിക്കുകയാണ്. വെയിലിൻ്റെ ചൂട് കൊണ്ട്. അല്ലാതെ നല്ല വെയിലടിച്ചിട്ട് ഇവിടേക്ക് അങ്ങനെ വെയിലൊന്നും അടിക്കില്ല, അത്യാവശ്യത്തിന് ചെറുതായിട്ട് വെയിൽ തന്നെ അടിക്കുള്ളൂ. പക്ഷേ ചൂടിപ്പോൾ എവിടെ ഇരുന്നാലും ഒരുപോലെ തന്നെയാണല്ലോ ഈ ഒരു കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉമ്മറത്തിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ചോറൊക്കെ അടുപ്പത്ത് കടന്ന് തിളക്കിയിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കണ പോലും ഇല്ല. അങ്ങനെ പിന്നെ ഞാനിതാ ഉമ്മറം കൂടി വേഗം തുടച്ചിട്ട് സമാധാനത്തോടെ അകത്ത് പോയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൂടി വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നേക്ക് മടിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതും കയ്യോട് കൂടെ തന്നെ തുടച്ചു. അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാനൊക്കെ നിന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അപ്പം തുടയ്ക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആവുമല്ലോ തുടച്ചത്. അതുകൊണ്ട് അങ്ങനെ അവിടെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കള ഭാഗം കൂടി തുടയ്ക്കാനുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഞാനിതാ മണ്ണ് കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കടന്ന് ഒതുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം പിന്നെ ഏട്ടൻ കുറച്ച് ചായ വെക്കാൻ പറഞ്ഞു കേട്ടോ. നല്ല വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചായ വെക്കാമെന്ന് വിചാരിച്ചു. കാപ്പി അല്ല കേട്ടോ വെക്കണത്. കാപ്പിയൊന്നും ഇപ്പോൾ വെക്കാറേയില്ല, കാപ്പീനോട് ഉപേക്ഷിച്ചു കേട്ടോ. ഇപ്പം ചായ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാപ്പി നല്ല ചൂടല്ലേ, അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.